നമുക്ക് പൈത്തണും വിഷ്വൽ സ്റ്റുഡിയോ കോഡും ജൂപ്പിറ്റർ നോട്ട്ബുക്കും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. google.com പോവുക, പൈത്തൺ എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ലിങ്ക് www.python.org, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഡൗൺലോഡ്സിൽ ചെല്ലുക. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഫോർ macOS എന്ന് കാണാം. ഈ python.org എന്ന് പറഞ്ഞ ഈ സൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് സ്വയം ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പൈത്തൻ്റെ ഡൗൺലോഡ് ഫയല് നിങ്ങൾക്ക് തന്നോളും. ഇവിടെ കാണുന്ന പൈത്തൺ 3.10.7 ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് ഒരു ഫയല് ഡൗൺലോഡറായിട്ട് കിട്ടും. ആ ഫയല് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആഡ് പൈത്തൺ ടു പാത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ സൈറ്റ് code.visualstudio.com. ഈ സൈറ്റും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വയം ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഡൗൺലോഡ് ഫയൽ തന്നോളും. ഇവിടെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഫയൽ ഡൗൺലോഡ് ആവും. ആ ഫയല് റൺ ചെയ്യുക. അങ്ങനെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഹൗ ടു ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് സെർച്ച് ചെയ്യുക. അന്നേരം നമുക്ക് Geeks4Geeksന്റെ ഒരു ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. യൂസിങ് പിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജ് മാനേജർ ആണ്. ഈ പാക്കേജ് മാനേജർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. പിപ്പ് എന്ന് പറഞ്ഞ ഈ പാക്കേജ് മാനേജർ നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞ് പിപ്പ് ഇൻസ്റ്റാൾ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഈ കമാൻഡ് റൺ ചെയ്യുക. അന്നേരം നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടും. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഫയൽ എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എഴുതാൻ പോകുന്ന പൈത്തൺ പ്രോഗ്രാം എവിടെയാണോ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പിൽ പൈത്തൺ എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിലായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്ന പൈത്തൺ പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യുക. ആ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു, എൻ്ററിൽ പ്രസ് ചെയ്ത്. ഇപ്പം ആ ഫോൾഡർ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയിട്ട് നമുക്ക് കിട്ടി. ടെർമിനൽ സെലക്ട് ചെയ്യുക. ന്യൂ ടെർമിനലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് പൈത്തൺ ---- വേർഷൻ എന്ന് പറഞ്ഞ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പൈത്തണിന്റെ വേർഷൻ കിട്ടും. എൻ്റെ സിസ്റ്റത്തിൽ പൈത്തൺ 2.7.18 ആണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. ബൈ ഡിഫാൾട്ട് macOSൽ 2.7.18 ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് പൈത്തൺ ---- വേർഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തപ്പം എനിക്ക് 2.7.18 വന്നത്. നിങ്ങളുടെ കേസിൽ പൈത്തൺ 3.10 ആയിരിക്കും വരിക. ഫയൽ എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അൺടൈറ്റിൽഡ് 1 എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാദ്യം നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. hello.py പൈത്തൺ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം .py എന്ന് പറഞ്ഞ ഈ എക്സ്റ്റൻഷൻ കൊടുക്കണം. സേവ്. പ്രിന്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഫയല് സേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് കാണുന്നത്. Ctrl+S. ഇപ്പം ഫയല് സേവ്ഡ് ആയി. ഇനി നമുക്ക് ആ ഫയൽ റൺ ചെയ്യണം. പൈത്തൺ hello.py. അന്നേരം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഹലോ എന്ന് കിട്ടി. നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടി. ഇനി എവിടെയാണ് നിങ്ങൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് സേവ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. ഞാൻ
ഡെസ്ക്ടോപ്പ് പൈത്തൺ എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ അൺടൈറ്റിൽ എന്ന് പറഞ്ഞ നെയിമിലാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ആയത്. നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം. ഹലോ വേൾഡ്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ റെക്ടാങ്കുലർ ഏരിയയ്ക്ക് സെൽ എന്ന് പറയും. ഇവിടെ നമുക്ക് പൈത്തൺ കോഡ് ടൈപ്പ് ചെയ്യാം. പ്രിന്റ് ഹലോ വേൾഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം Shift+Enter പ്രസ് ചെയ്യുക. അപ്പം ആ കോഡ് റൺ ആവും. ഇവിടെയുള്ള ഇൻസേർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് സെൽ എബോവ്, നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന് മുകളിൽ വേറൊരു സെല്ല് ക്രിയേറ്റ് ആവും. ഇൻസേർട്ട് സെൽ ബിലോ, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിന് ബിലോയിൽ ഒരു സെല്ല് ക്രിയേറ്റ് ആവും. ഈ ഓരോ സെല്ലിലും നമുക്ക് പൈത്തൺ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എഡിറ്റ്, കട്ട്, കോപ്പി സെൽസ്, ഡിലീറ്റ് സെൽസ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പൈത്തൺ കോഡിന് ഒരു ഹെഡിങ് കൊടുക്കണതിൽ നമ്മൾ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ കോഡിനെ മാറ്റിയിട്ട് മാർക്ക് ഡൗൺ ആക്കുക. അത് കഴിഞ്ഞ് ഈ സിമ്പിൾ ടൈപ്പ് ചെയ്യുക. അതിന് സ്പേസ് ഇടുക. നമ്മൾ ഹെഡിങ് കൊടുക്കുക ഹലോ. അത് കഴിഞ്ഞ് Shift+Enter പ്രസ് ചെയ്യുക. നമുക്ക് ഒരു ഹെഡിങ് കിട്ടി. ഈ ഹെഡിങ് 3 സൈസിലാണ് ഉള്ളത്. നമ്മളിത് ഫസ്റ്റ് സൈസാണ് കണ്ടത്. ഇതിനെ വീണ്ടും മാർക്ക് ഡൗൺ ആക്കുക. ഈ സെല്ലിനെ കുറച്ചുകൂടി ചെറിയ സൈസ് നമുക്ക് കിട്ടി. ഇനി ഈ സെല്ലിനെ കൂടി നമുക്ക് മാർക്ക് ഡൗൺ ആക്കാം. സെൽ ടൈപ്പ് മാർക്ക് ഡൗൺ. 3 ടൈംസ് ആ സിമ്പിൾ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് Shift+Enter. ഈ 3 കൈൻഡ് ഓഫ് ഹെഡിങ്സ് നമുക്ക് അവൈലബിൾ ആണ് 3 സൈസിൽ. ഇവിടെ ഈ ഫയൽ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ആസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് .py ആയിട്ടും പിന്നെ വേറെ കുറെ ഫോർമാറ്റ്സിലും ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആരോ ഐക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് സെല്ലിനെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആരോ ഐക്കൺ ഉപയോഗിച്ച് സെല്ലിനെ താഴത്തോട്ട് മൂവ് ചെയ്യാനും പറ്റും. ഫയൽ എടുത്തിട്ട് നമുക്ക് സേവ് ആൻഡ് ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എപ്പോഴാണ് ലാസ്റ്റ് സേവ് ആയതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ കുറെ കോഡ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, കുറെ സെൽസിൽ കുറെ കോഡ്സ് ഉണ്ട്. അന്നേരം എല്ലാ സെൽസും ഒരുമിച്ച് റൺ ചെയ്യണേ ഇവിടെ റണ്ണോട് കൊടുത്താൽ മതി. ഇവിടുത്തെ ഔട്ട്പുട്ട് നമുക്ക് ക്ലിയർ ആക്കണം. ഇവിടെ ഉണ്ടായിരുന്ന സെൽസിന്റെ ഔട്ട്പുട്ട്സ് എല്ലാം നമുക്ക് ക്ലിയർ ആക്കണേ. റീസ്റ്റാർട്ട് ആൻഡ് ക്ലിയർ ഓൾ ഔട്ട്പുട്ട്സ്. അന്നേരം എല്ലാ ഔട്ട്പുട്ട്സും ക്ലിയർ ആയി. ഇനി നമ്മൾ വീണ്ടും ആ കോഡ് റൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഔട്ട്പുട്ട് എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെയുള്ള ഓപ്പൺ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇൻസ്റ്റലേഷനും ചെയ്യാൻ മടിയുള്ളവർക്ക് ഗൂഗിൾ കൊലാബ് എന്ന് google.com സെർച്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് collab.research.google.com എന്ന് പറഞ്ഞ ഒരു സൈറ്റ് കിട്ടി. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ന്യൂ നോട്ട്ബുക്ക് എന്ന് കൊടുക്കുക. ഇപ്പം ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടി. ഇവിടെയുള്ള ഈ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനിഷ്യലൈസിങ് കണക്റ്റഡ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പൈത്തൺ കോഡ് ടൈപ്പ് ചെയ്യാം. പ്രിന്റ് ഹലോ. അത് കഴിഞ്ഞ് Shift+Enter പ്രസ് ചെയ്യുക. ആ കോഡിനെ റൺ ചെയ്യുക. ഫയലിൽ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫയൽസ് സേവ് ചെയ്യാം. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഈ ഫയൽസ് എല്ലാം നിങ്ങളുടെ ഡ്രൈവിൽ കൊലാബ് നോട്ട്ബുക്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും.
ഇൻസേർട്ട് കോഡ് സെൽ. അന്നേരം സെൽസ് താഴത്തോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കോഡ് സെൽസ് ആണ്. ഇവിടെ എല്ലാം കോഡ് എഴുതാനുള്ള സെല്ലാണ്. ടെസ്റ്റ് സെല്ല് ടെസ്റ്റ് എഴുതാനുള്ള സെല്ലാണ്. ഹെഡർ സെല്ല് നമ്മൾ നേരത്തെ കണ്ട കൈൻഡ് ഓഫ് സെൽസ്, ഈ സിമ്പിൾ വെച്ച് തുടങ്ങുന്ന മെയിൻലി ഹെഡിങ്ങിന് വേണ്ടിയുള്ള സെൽസ്. ഹലോ വേൾഡ്, ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. നേരെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് നമുക്ക് കിട്ടി. ടൂൾസ്, കീബോർഡ് ഷോർട്ട് കട്ട്സ്. ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട്സ് എല്ലാം കാണാൻ പറ്റും. എഡിറ്റില് കട്ട്, കോപ്പി, പേസ്റ്റ്, ഡിലീറ്റ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡൗൺലോഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് .py ഫയലായിട്ടും ഈ ജൂപ്പിറ്റർ നോട്ട്ബുക്കിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഗൈസ്.